താങ്ക് യു ബ്രദർ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ സനീഷ്. ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ കമ്പ്യൂട്ടർ കേടായതുകൊണ്ടാണ് ഞാൻ ലൈബ്രറിയിൽ നിന്ന് മാറി ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയിൽ ഇരിക്കുന്നത്. ഒരു വർക്കാഹോലിക്കിന്റെ റൂം എങ്ങനായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം കിട്ടി. എൻ്റെ പുറകില് അലമാരിയിൽ ഒട്ടിച്ചിരുന്ന ഒന്നും കാണാതിരിക്കാൻ വൈഫ് കൊണ്ട് അതൊരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ വലത്തുവശത്ത് ഒത്തിരി പാർസൽസ് നിങ്ങൾക്ക് കാണാം. എൻ്റെ പുറകിലും പാർസൽസ് ഉണ്ട്. എല്ലാ തിങ്കളാഴ്ച മണീഡില് സനീഷിന്റെ ലീഡർഷിപ്പിൽ ഒരു ഹൗസ് ടു ഹൗസ് മിനിസ്ട്രി ഉണ്ടെന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. എല്ലാ വ്യാഴാഴ്ച എൻ്റെ ലീഡർഷിപ്പിൽ ഇവിടെ എറണാകുളം സിറ്റിയിൽ ഒരു ഹൗസ് ടു ഹൗസ് മിനിസ്ട്രി ഉണ്ട്. അതിനുവേണ്ടിയുള്ള ബുക്സിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഈ രണ്ട് മിനിസ്ട്രീസിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഒരു കാര്യം ഇന്ന് എനിക്ക് തോന്നി പ്രത്യേകം പറയണമെന്ന്. 2022 എനിക്ക് എൻ്റെ വയറ്റിൽ ട്യൂമർ കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട്, അത് സർജറി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഹെൽത്ത് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നിന്നിട്ടില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള പെർഫെക്ഷൻ ഒരിക്കലും ലഭിച്ചിട്ടില്ല. ആ വർഷം എൻ്റെ മെയിൻ കമ്പ്യൂട്ടർ കേടായിട്ട് വാങ്ങിച്ച ഒരു പുതിയ കമ്പ്യൂട്ടറാണ്. കഴിഞ്ഞ 24 മാസത്തില് അത് 12ലധികം പ്രാവശ്യം ക്രാഷായി റീഫോർമാറ്റ് ചെയ്യേണ്ടി വന്നു. പല രീതിയിൽ ഞാൻ ഈ മിനിസ്ട്രിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു. ദൈവജന അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ മേളി ലൈബ്രറി ചെന്ന് കമ്പ്യൂട്ടർ സെറ്റപ്പ് ചെയ്ത് ഞാനും ഡോക്ടർ സനീഷും കൂടെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്കാണ് കമ്പ്യൂട്ടർ ക്രാഷ് ആയി പോയത്. ഇന്നലെ അങ്ങോട്ട് റീഫോർമാറ്റ് ചെയ്തെല്ലാം ശരിയാക്കിയതേ ഉള്ളൂ. സോ ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ ഷെയ്ഡ് വരികയും പോവുകയും ചെയ്യുന്നു. നിങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾക്കത് കാണപ്പെടുന്നോ എന്ന് എനിക്കറിയത്തില്ല. ക്യാമറ പ്രോപ്പർലി സെറ്റപ്പ് ആയിട്ടില്ല. പെട്ടെന്ന് ഓടി വന്ന് ഞാൻ ചെയ്തതാണ്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഒന്നാം അധ്യായത്തിലുള്ള സെക്ഷൻസ്, ഒരു മിനിറ്റ്, എൻ്റെ നോട്ട്സ് കമ്പ്യൂട്ടർ മാറി കഴിഞ്ഞപ്പോൾ ഉള്ള മെസ്സപ്പാണ്. ഒന്നാം അധ്യായം 6 സെക്ഷൻസ് ആയിരുന്നെന്ന് ഞാൻ ഇന്നലെ ഓർപ്പിച്ചായിരുന്നു. അത് ഞാൻ പറഞ്ഞത് കുറച്ച് ഫാസ്റ്റ് ആയിപ്പോയി എന്ന് എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ആ 6 സെക്ഷൻസ് DTA എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് ഇന്ന് എത്രയും കവർ ചെയ്യും, ആദ്യമൊട്ട് ഞാൻ ഇന്ന് എത്രയും കവർ ചെയ്യാൻ സാധിക്കും അത്രയും നോട്ട്സ് കൂടെ ഞാൻ ദൈവം അനുവദിച്ചാൽ DTA എന്നുള്ള ഗ്രൂപ്പിൽ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ വാക്യങ്ങൾ ഹിന്ദിയിലാണ്, വാക്യങ്ങൾ മലയാളത്തിലും ഉണ്ട്. നോട്ട്സ് ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അത് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഒന്നാം അധ്യായത്തിന്റെ 3-ാം സെക്ഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. 3-ാം സെക്ഷൻ 6-ാം അധ്യായം തൊട്ട് 6-ാം വാക്യം തൊട്ട് 9-ാം വാക്യമാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6-ന്റെ 9 തൊട്ട്. അതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ 6-ഉം 7-ഉം വാക്യങ്ങൾ വായിച്ച് അത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് സമയം കഴിഞ്ഞു പോയത്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയായിരുന്നു. നമുക്ക് ഒന്നുകൂടി 6, 7 നോക്കാം. കാരണം അതിൽ കുറെ കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ഇത് ഈ സെക്ഷന്റെ നമ്മൾ 2 വാക്യങ്ങളെ വായിച്ചുള്ള 6, 7. അത് കഴിഞ്ഞ് 8, 9. ഈ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത്, ഈ ഭാഗത്ത് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിധി, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നിക്ഷേപം, അത് ദുർവിനിയോഗം ചെയ്യുക, വ്യയം ചെയ്യുക, നാനാവിധമാക്കി കളയുക, അത് ബുദ്ധിഹീനര് മാത്രമേ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പെട്ടെന്ന് ഓർപ്പിച്ചായിരുന്നു. എത്രയോ വിശ്വാസികളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദൈവം വിളിച്ചു, അവരിൽ വലിയൊരു നിക്ഷേപം ചെയ്തു. അവർ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള പ്രാർത്ഥനാ വീരന്മാര്, കൗൺസിലേഴ്സ്, നല്ല ലീഡേഴ്സ്, നല്ല മൂപ്പന്മാര്, സുവിശേഷം പറയുന്നവര്, നല്ല കൺവെൻഷൻ സ്പീക്കേഴ്സ്, നല്ല പാട്ടുകാരല്ലേ, പാട്ട് എഴുതുന്നവര്, അങ്ങനെ എത്രയോ ഏരിയാസ് ഉണ്ട് ക്രിസ്ത്യൻ ലൈഫിൽ. ഇതില് ഒന്നിലധികം മേഖലകളിൽ വളരെയധികം ദൈവത്തിന് വേണ്ടി ശോഭിച്ച എത്രയോ ആളുകളെ കുറിച്ച് നമുക്കറിയാം. ഒരു സ്റ്റേജ് വരുമ്പോൾ ദൈവജനം പറഞ്ഞു തുടങ്ങി, എന്ത് പറ്റിയെന്നറിയത്തില്ല, ഇന്ന സഹോദരന് കൃപ നഷ്ടപ്പെട്ടു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളത്. വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇവിടെയോ ദുർവിനിയോഗം തുടങ്ങിയതുകൊണ്ട് ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് ഉള്ളതൂടെ എടുക്കപ്പെടുവാണ്.
ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ മൂലധനം വർദ്ധിക്കുകയല്ല, മൂലധനം കുറഞ്ഞു പോവുകയാണ്. അതാണ് ഇല്ലാത്തവൻ. ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ മൂലധനത്തിന്റെ വാല്യൂ കുറഞ്ഞു വരിക, അതാണ് ദുർവിനിയോഗം. അങ്ങനെ ദുർവിനിയോഗം ചെയ്യുകയോ ദുർവ്യയം ചെയ്യുകയോ നാനാവിധമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഭോഷ്യരാണെന്ന് ഈ 4 വാക്യങ്ങൾ ഓർപ്പിക്കുന്നു. ഇത് ഓർപ്പിച്ചതിന്റെ കാരണം ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് പുതിയ നിയമ സഭകളിൽ അല്ലെ ആദ്യ നൂറ്റാണ്ടിലെ സഭകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഗലാത്യയിലുള്ള സഭകൾ. ദൈവാത്മാവ് മറ്റ് പല സ്ഥലത്തും സുവിശേഷം എത്തിക്കുന്നതിന് മുൻപ് ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിനെ മറ്റു പലരെ അയച്ച് സുവിശേഷം അറിയിച്ചതാണ്. ഇന്ത്യയിലൊക്കെ അത് കഴിഞ്ഞ് ഏതാണ്ട് 15 വർഷം കഴിഞ്ഞാണ് സുവിശേഷം എത്തിയെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയുള്ളവർ ദൈവം അവർക്ക് കൊടുത്തത് അത് അവഗണിച്ച് ദുർവിനിയോഗം ചെയ്താൽ അവരെ പോലെ ബുദ്ധിഹീനർ ആരുമില്ലെന്ന് ഈ വാക്യം ഓർപ്പിക്കുന്നു. ഈ വാക്യമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളൂടെ ഞാൻ ദൈവജനത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 6000 വർഷത്തെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ വേദപുസ്തകത്തിലുണ്ടല്ലോ, 4000 വർഷത്തെ ഹിസ്റ്ററി വേദപുസ്തകത്തിലുണ്ട്. 2000 വർഷത്തെ സഭാചരിത്രം നമുക്കൊക്കെ കുറച്ചൊക്കെ അറിയാമല്ലോ. അവിടെ നാം കാണുന്ന ഒരു കാര്യം, നവീകരണം നടന്ന് ദൈവഭയവും ദൈവഭക്തിയും അതിൽ വളരെയധികം സമർപ്പണത്തോടെ വിശ്വാസികൾ ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞ് ഓരോ തലമുറ കടന്നു പോകും തോറും ആ പിതാക്കന്മാരുടെ കാലത്ത് നവീകരണം നടന്ന സമയത്ത് അംഗീകരിച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിന് പകരം എത്രയും വേഗം ഉപേക്ഷിക്കുവാനാണ് ആളുകൾ തയ്യാറായിരിക്കുക. ഓരോ തലമുറയിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഈ നമ്മുടെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള സ്ഥലത്ത് ധാരാളം ഈ ന്യൂ ജനറേഷൻ ചർച്ചസ് വന്നു കഴിഞ്ഞതോടെ എത്രയോ ചെറുപ്പക്കാര് വേർപാട് സഭകളെ ഉപേക്ഷിച്ചിട്ട് പോയി ഈ ന്യൂ ജനറേഷൻ ചർച്ചസിൽ ചേർന്നതായിട്ട് കാണുന്നു. ഈ ന്യൂ ജനറേഷൻ ചർച്ചസിൽ എന്താണ്? ഉപദേശമുണ്ടോ? ഇല്ല. ജീവിതമുണ്ടോ? ഇല്ല. കാരണം ഉപദേശം ഇല്ലാത്തത് കൊണ്ട് ആർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന ലോകപ്രകാരം കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, വലിയ സ്നേഹമുണ്ട്, വലിയ ഫെലോഷിപ്പ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നാൽ ഉപദേശമില്ല. ഉപദേശം ഇല്ലാത്തത് കൊണ്ട് ഉപദേശത്തിന് അനുരൂപമായ ജീവിതം ഇല്ല. ധൃതി വെച്ച് ചെറുപ്പക്കാർ പിതാക്കന്മാരുടെ വിശ്വാസത്തെ ഉപേക്ഷിച്ച് ഈ ന്യൂ ജനറേഷൻ ചർച്ചസിൽ പോകുന്ന ഇത് കഴിഞ്ഞ 6000 വർഷങ്ങൾ നാം കണ്ടുവരുന്ന കാര്യമാണ്. ആദാം ഹവ്വയുടെ ജീവിതത്തിൽ കണ്ടു. ദൈവവുമായിട്ട് മുഖാമുഖമായിട്ട് ഫെലോഷിപ്പ് ഉള്ള ഒരു കപ്പിളായിരുന്നു. അവസരം കിട്ടിയപ്പോഴത്തേക്ക് അവർ ദൈവത്തെ ത്യജിച്ചു, ദൈവകൽപ്പന ത്യജിച്ചു. നോഹയുടെ സമയത്ത് ഇത് വളരെ വ്യാപകമായതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവം 10 ആപത്ത് മിസ്രൈമ്യരുടെ എതിരെ അയച്ച് അതിൽ 10ാമത്തേത് ആദ്യജാതന്റെ സംഹാരം അവരുടെ കണ്ണും കൊണ്ട് കണ്ട ഇസ്രായേൽ മക്കൾ. റെഡ് സീ മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ വിഭജിച്ച് ആ മണ്ണിൽ കൂടെ അല്ലെ മണലിൽ കൂടെ നടന്നുപോയ ഇസ്രായേൽ മക്കൾ കുറച്ച് ദിവസം മോശെ കാണാതെ വന്നപ്പോഴത്തേക്ക് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, നമ്മുടെ ട്രാൻസ്ലേഷൻസിൽ വ്യക്തമല്ലാത്ത ഒരു കാര്യമുണ്ട്. ഇതാണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഇവിടെ എത്തിച്ച യഹോവയായ ദൈവം എന്നാണ് അവര് പ്രഖ്യാപിച്ചത്. യഹോവയായ ദൈവവും യഹോവയായ ദൈവത്തിന്റെ കരത്തെ ഇത്രയും വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ഒരു തലമുറ കഴിഞ്ഞ 6000 വർഷങ്ങൾ ഉണ്ടായിട്ടില്ല. സമുദ്രം വിഭജിക്കുന്നത്, ആദ്യജാതന്റെ സംഹാരം, ഇതൊന്നും ഒരു തലമുറയും കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ള ആളുകളാണ് അത് കണ്ടു കഴിഞ്ഞ് 1 വർഷം പോലും തികയുന്നതിന് മുൻപ് ഇതാണ് നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയായ ദൈവം എന്ന് ഡിക്ലെയർ ചെയ്തു. ന്യായാധിപന്മാരുടെ കാലം വന്നപ്പോഴത്തേക്ക് നമ്മൾ വിഗ്രഹാരാധന വളരെ വ്യാപകമായിട്ട് ആയതായിട്ട് കാണുന്നു. രാജാക്കന്മാരുടെ ഭരണം വന്നു കഴിഞ്ഞ് ദൈവം ഏറ്റവും അധികം ബുദ്ധിയും പരിജ്ഞാനവും കൊടുത്ത ശലോമോൻ സ്ത്രീകളോടുള്ള മോഹത്തിന്റെ കാരണം കൊണ്ട് അവർക്കെല്ലാം ദേവാലയം പണിതു കൊടുത്ത് അവരുടെ ദേവാലയത്തിൽ ചെന്ന് ധൂപം കാട്ടിയതായിട്ട് നാം മനസ്സിലാക്കുന്നു. അതിന്റെ ഐറോണി, അതിന്റെ പഞ്ച് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ ബഹുഭാര്യ ഉള്ള ഒരു രാജാവിനും ഭാര്യമാര് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല.
രാജഭരണത്തിൽ രാജാവാണ് അബ്സല്യൂട്ട്. അതുകൊണ്ട് ഓക്കെ, നിനക്ക് അമ്പലം വേണോ, ദേവാലയം വേണോ, പണിയിപ്പിച്ച് തന്നേക്കാം, നീ പോയിക്കോണോ, നീ ആരാധിച്ചോണോ എന്ന് രാജാവ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ സ്ത്രീ രണ്ടാമത് റിക്വസ്റ്റ് ചെയ്തില്ല. രാജഭരണത്തിന്റെ ഒരു ഉദാഹരണം എസ്തേറിന്റെ കഥയിൽ നാം കാണുന്നു. ഈവൻ രാജാവിന്റെ ചീഫ് രാജ്ഞിയായ എസ്തേറിന് പോലും വിളിക്കാതെ രാജാവിന്റെ അടുത്ത് പോകാൻ അനുവാദം ഇല്ലായിരുന്നു. വിളിക്കാതെ ചെന്നാൽ രാജദണ്ഡം അങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ അവളെ കൊന്നുകളയും. അപ്പൊ ഈ രാജഭരണം, പ്രത്യേകിച്ച് ശലോമോൻ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ ചക്രവർത്തിയായിട്ട് ഭരിച്ച സമയത്ത് വിജാതിയരെ വിവാഹം ചെയ്തെന്ന് തന്നെ വെക്കാം. എന്നാൽ ഈ വിജാതിയരുടെ വിഗ്രഹങ്ങളെ പോയി ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ഗോ ആൻഡ് മൈൻഡ് യുവർ ബിസിനസ് എന്ന് ഒരു വാചകം പറഞ്ഞാൽ പിന്നെ അവരൊരിക്കലും തലപൊക്കി രാജാവിനോട് റിക്വസ്റ്റ് ചെയ്തില്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഏറ്റവും അധികം ബുദ്ധി, ഏറ്റവും അധികം ശക്തി, ഏറ്റവും അധികം പരിജ്ഞാനമുള്ള രാജാവ്, ചക്രവർത്തി വിശ്വാസത്തെ ത്യജിച്ചായിട്ട് നാം കാണുന്നുണ്ട്. സഭായുഗം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈക്വേഷൻസ് ഒക്കെ മാറി. ദൈവവചനം ലിഖിത രൂപത്തിൽ 66 ബുക്സ് ലഭിച്ചു. ദൈവവചനം കുറെ കൂടെ റൈറ്റിംഗില് ആളുകളുടെ ഇടയ്ക്ക് വ്യാപിച്ചു. ഒരു ചേഞ്ച് വരും എന്ന് ചിന്തിച്ചെങ്കിലും സഭായുഗത്തിലും മനുഷ്യന്റെ ബേസിക് സ്വഭാവം, വിശ്വാസികളുടെ ബേസിക് സ്വഭാവത്തിന് ഒരു മാറ്റം വന്നില്ല. ഓരോ തലമുറയും അവർക്ക് മുൻപുള്ള തലമുറയേക്കാൾ എളുപ്പം അവരുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തെ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നതായിട്ട് നാം കാണുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദൈവാത്മാവ് ഗലാത്യ വിശ്വാസികളെ വഴക്ക് പറയുന്നത്. ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നത്രേ. ഇത് നടക്കുമ്പം ചിലർ അത് ഇച്ഛിച്ചാൽ അതിൽ അതിശയമില്ല. കാരണം വിശ്വാസത്തിൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരും ദുരുപദേശത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഈ കൃപയുടെ സന്ദേശം വ്യക്തമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ, അവർ ഈ സുവിശേഷത്തിലേക്ക് മറിയുന്നതാണ് ആശ്ചര്യം. ചില കാര്യങ്ങളൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പഴയ നിയമമായിട്ട് തുലനം ചെയ്തു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലാണ് ദുരുപദേഷ്ടാക്കന്മാരുടെ സംഖ്യ അധികം. അതിനൊരു കാരണമാണ്. പഴയ നിയമത്തിൽ ഒരു വ്യക്തി ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് സംസാരിച്ചാൽ വേണ്ടി വന്നാൽ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. കഠിന ശിക്ഷ ഏതായാലും ഉണ്ടാകും. എന്നാൽ ഒരു ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള അതിനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനൊരു കാര്യമില്ല. അതുകൊണ്ട് ധൈര്യത്തോടെയാണ് ആളുകൾ ദുരുപദേശം ഈ പുതിയ നിയമകാലത്ത് പ്രചരിപ്പിക്കുന്നത്. മറ്റൊരു ചേഞ്ച് വന്നത്, പഴയ നിയമകാലത്ത് ഈ ലിഖിതങ്ങൾ അത് തോലിലായിരുന്നു. പുതിയ നിയമം ആയപ്പോഴത്തേക്ക് പെപ്പിറസ് എന്നും പറഞ്ഞ പേപ്പർ വളരെ സുലഭമായി. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ഒരു കാലത്ത് പാ നെയ്യുന്ന കൈത ഉണ്ടായിരുന്നു. ആ കൈതയുടെ നീണ്ട ഇല എടുത്ത് ഉണക്കി നെയ്ത് പായും മെത്തപ്പായും ഉണ്ടാക്കുമായിരുന്നു. ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു കൈതയാണ് പെപ്പിറസ്. അതിന്റെ ഇല എടുത്ത് നടുക്കൂന്ന് കീറി തുണി നെയ്യുന്നത് പോലെ ക്രോസ് ഇങ്ങനെ നെയ്ത്, നല്ല പശയാണ് അതില്, അതുകൊണ്ട് നെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒട്ടും. വെയിലത്ത് വെച്ച് ഉണക്കി ഒരു സ്മൂത്ത് ഒരു കല്ലും കൊണ്ട് അതിന്റെ മേളിൽ ഒരു ശകലം മണ്ണിട്ട് ഉരച്ചു കഴിഞ്ഞാൽ അത് റൈറ്റിങ്ങിന് വേണ്ടി നല്ല പെർഫെക്റ്റ് ഒരു മെറ്റീരിയലായി മാറുമായിരുന്നു. ലെതറും പെപ്പിറസും തമ്മിലുള്ള വ്യത്യാസം, ലെതറിന്റെ 100-1 വിലയില്ല പെപ്പിറസിന്. 2000 വർഷം 2500 വർഷമൊക്കെ സർവൈവ് ചെയ്ത പെപ്പിറസ് നമുക്ക് ചാവുകടൽ ചുരുളുകളുടെ ഫോമിൽ അല്ലെ ചുരുളുകളുടെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റൈറ്റിംഗ് മെറ്റീരിയൽ സുലഭമായതോടെ സഭാചരിത്രം പറയുന്നത് ഈ ദുരുപദേഷ്ടാക്കന്മാർ വാമൊഴിയായിട്ട് ദുരുപദേശം പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഈ സുലഭമായിരുന്നതും വിലക്കുറവുമുള്ള പെപ്പിറസിൽ അവരുടെ ഫോൾസ് ടീച്ചിങ് എഴുതി പ്രചരിപ്പിക്കുമായിരുന്നു. റൈറ്റിങ്ങിന് ഈ വരമൊഴിക്ക് വാമൊഴിയേക്കാൾ 1000 ഇരട്ടി സ്വാധീനമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വാമൊഴിയായിട്ട് കേൾക്കുന്നത് കേട്ട് 24 മണിക്കൂറിനകം ഏതാണ്ട് 98% മറന്നുപോകുമെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. വരമൊഴിയായിട്ടുള്ളത് ആളുകൾ പിന്നെയും
വായിക്കും, പ്രത്യേകിച്ച് വളരെ ആകർഷകമായ രീതിയിൽ എഴുതിയാൽ. സോ ഈ ദുരുപദേഷ്ടാക്കന്മാർ അവരുടെ ദുരുപദേശം വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും ജനത്തിന്റെ ഇടയ്ക്ക് പ്രചരിപ്പിക്കുമായിരുന്നു. അങ്ങനെ പ്രചരിപ്പിച്ചതിന്റെ കാരണം കൊണ്ട് 7-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, ചിലർ നിങ്ങളെ കലക്കി. അത് കലക്കാൻ വേണ്ടി അവർ വാമൊഴി ഉപയോഗിച്ചു, വരമൊഴി ഉപയോഗിച്ചു. ഇന്ന് 24-ാം നൂറ്റാണ്ടിൽ സിറ്റുവേഷൻ അതിനേക്കാളൊക്കെ വളരെ സീരിയസ് ആണ്. കാരണം വാമൊഴിയുമുണ്ട്, വരമൊഴിയുണ്ട്, അതിൻ്റെ കൂടെ ഇലക്ട്രോണിക് മൊഴിയുമുണ്ട്. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ചീപ്പായിട്ട് ലോകമെമ്പാടും പോയി ഒരു വ്യക്തി എന്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് ലോകമെമ്പാടും എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഗലാത്യയിൽ സംഭവിച്ചത് ഇതായിരുന്നു. എന്നാൽ 24-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ മധ്യേ ദുരുപദേഷ്ടാക്കന്മാർ കൃപയുടെ സന്ദേശത്തെ ഗലാത്യയിൽ അവർ ഏത് രീതിയിൽ എതിർത്തു, അതിൻ്റെ 1000 മടങ്ങ് ശക്തിയോടെയാണ് എതിർക്കുന്നത്. ആൻഡ് പുതിയ ഈ നവമാധ്യമങ്ങൾ അവരെ വളരെയധികം സഹായിക്കുന്നു. കാരണം ഗലാത്യയിലൊക്കെ പെപ്പുരസിൽ ഉള്ള ലിഖിതങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് ലിഖിതങ്ങളും പടവും വീഡിയോയും ഓഡിയോയും എല്ലാം ഇവർ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ദുരുപദേഷ്ടാക്കന്മാർ വിജയിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം, ലേറ്റസ്റ്റ് ഉദാഹരണം ഞാൻ പറയട്ടെ. ഇത് ദൈവജനം വളരെ വ്യക്തമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ റിലീസ് ചെയ്തു. ഒരു 3 മിനിറ്റിന്റെ വീഡിയോ ആയിരുന്നു. പത്രോസിന്റെ സമയത്തെ പൂവൻകോഴി. നിങ്ങളിൽ ചിലർ അത് കണ്ടു കാണും. അതിന്റെ ചുരുക്കം പറഞ്ഞാൽ, പത്രോസ് കർത്താവിനെ തള്ളി പറയുന്നതിന് മുൻപ് പൂവൻകോഴി കൂകുമെന്ന് ദൈവവചനം പറയുന്നു. യെരുശലേമിൽ കോഴി ഇല്ലായിരുന്നു. ഇസ്രായേൽ മക്കൾ കോഴി വളർത്തത്തില്ലായിരുന്നു. അതുകൊണ്ട് റോമൻസ് എല്ലാ 3 മണിക്കൂറിലെ ട്രംപറ്റ് ഊതുമായിരുന്നു. ഇവിടെ കോഴി കൂകുമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ട്രംപറ്റ് ഊതും എന്നുള്ള അർത്ഥമാണെന്ന് ആർഗ്യൂ ചെയ്ത് അടുത്ത ഇടയ്ക്ക് ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തു. ഇതൊരു ഉപദേശ വിഷയമല്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് ഒരു വീഡിയോ റിലീസ് ചെയ്തത്? അത് സഹോദരന്മാരെ വ്യക്തമായിട്ട് അറിയണം. അടുത്ത വീഡിയോയും വരുന്നുണ്ട്, അതിന്റെ ഫോളോ അപ്പ്. വൈ? എന്നോട് ഒരാൾ ചോദിച്ചു തന്നെ, ഒരാള് അത് ട്രംപറ്റ് ആയിരുന്നെന്ന് കുറെ പയറ്റിയിട്ട് പ്രയോജനമൊന്നും ഉണ്ടാകാതെ വന്നപ്പം, അല്ലെങ്കിലും മുന്തിരിങ്ങ പുളിയാണെന്നും പറഞ്ഞ് പോകുന്നതിനും പുള്ളി പറഞ്ഞു കേട്ടോ, ഇതൊന്നും ഉപദേശ വിഷയമല്ലെന്ന്. ഇതൊരു ഉപദേശ വിഷയമല്ല. എന്നാൽ അതിന് ഞാൻ എന്തിനാ ഇത്ര സമയം കൊടുക്കുന്നത്? അത് സഹോദരങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിനുള്ള പല ടെക്നീക്സ് ഉണ്ട്. അതിൽ ഒരു ടെക്നീക്ക്, ശത്രു ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോയിന്റിലെല്ലാം സൈന്യത്തെ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും സൈന്യം നിൽക്കുന്ന ആ പോയിന്റിലോട്ട് പോകുന്നതിന് പകരം ശത്രു ശ്രദ്ധിക്കാത്ത ചില പോയിന്റ്സ് ഉണ്ട്, അവിടെ ഫോക്കസ് ചെയ്യുക. ശത്രു ശ്രദ്ധിക്കാത്ത ആ പോയിന്റ്സ് മുഴുവൻ നമ്മൾ കയ്യിലാക്കി കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് അറ്റാക്കിൽ എത്ര റെഡിയായ ശത്രു ആണെങ്കിൽ അവനെ കയ്യിലെടുക്കാൻ സാധിക്കും, തോപ്പിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇതിന്റെ ഒരു ഉദാഹരണം നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ബേൽഷസ്സർ തന്റെ രാജ്ഞിമാരും വെപ്പാട്ടിമാരും ഓഫീസേഴ്സിന്റെ കൂടെ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ചുവരെഴുത്ത് കാണപ്പെട്ടത്, മെനെ തക്കയിൽ നിന്ന്. വേദപുസ്തകം പറയുന്ന ആ രാത്രിയിൽ ബേൽഷസ്സറിനെ അവര് സംഹരിച്ചെന്നാണ്. ബാബിലോൺ അന്ന് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ഒരു രാഷ്ട്രം. ബേൽഷസ്സർ അറിയാതെ ആ രാജ്യം മുഴുവൻ ടേക്ക് ഓവർ ചെയ്തു. മെഡോ പാർഷ്യൻസ് ആണ്. ബാബിലോണിയൻസിന്റെ രാജ്യം ടേക്ക് ഓവർ ചെയ്ത് മെഡോ പാർഷ്യൻസ് ആണ്. ഒറ്റ രാത്രിയും കൊണ്ട് അവർ ടേക്ക് ഓവർ ചെയ്തു. ഹൗ? ബാബിലോണിയൻസ് ഈ പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെ അവരുടെ വാച്ച് ടവറിൽ നിന്ന് ഇതെല്ലാം ശ്രദ്ധിച്ചു പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു വീക്ക് പോയിന്റ് അവരെ അവഗണിച്ചു. വീക്ക് പോയിന്റ് അല്ലേ അത്? അതിലെ ശത്രു വരുമ്പോൾ നോർത്തില്ല. ബാബിലോണിന്റെ ചുറ്റിനും കോട്ടയുണ്ടായിരുന്നു. കോട്ടയുടെ നടുക്കൂടെ ഒരു നദി കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ നദി കടന്നു പോകുന്നിടത്ത് കോട്ടയില്ല. രാത്രിയായപ്പം സൈറസിന്റെ ലീഡർഷിപ്പില് മെഡോ പാർഷ്യൻസ് ഈ നദിയിലെ വെള്ളം അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു. ആരും അറിഞ്ഞില്ല. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സൈന്യമൊന്നും അത് ശ്രദ്ധിച്ചില്ല. വെള്ളം ഡൈവേർട്ട് ചെയ്തതോടെ ഡ്രൈ ലാൻഡ്, വെള്ളമില്ലാതെ അവർക്ക് ബാബിലോണിലോട്ട് കയറാനുള്ള അവസരം ലഭിച്ചു. അവരുടെ സൈന്യം എല്ലാം കൂടെ ആ വഴിയെ ഇടിച്ച് കയറി ബാബിലോൺ ഒറ്റ രാത്രിയും കൊണ്ട് കയ്യിലാക്കി. ഒരു യുദ്ധവും നടന്നില്ല. ഒരു യുദ്ധവും നടക്കാതെ ബാബിലോൺ പോലുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നേഷനെ അവർ കയ്യിലാക്കി. ബേൽഷസ്സറിനെ സംഹരിച്ചു. ഡാരിയസ് ദ മേദ്യനായ ദാര്യാവേശ് റൂളിലെത്തി. സൈറസ് ആയിരുന്നു ലീഡ് ചെയ്തെങ്കിലും ദാര്യാവേശാണ്
അവിടെ രാജാവായി മാറിയത്. എങ്ങനെ സംഭവിച്ചു? അവര് സ്ട്രോങ് പോയിന്റ്സിനെല്ലാം ഗാർഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീക്ക് പോയിന്റ്സിൽ കൂടെ ഇവർ കയറി വന്നു. ഇന്ന് ലോകം വിശ്വാസികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇത്രയും ഭാരത്തോടെ എഴുതുന്നത്, വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തന്ത്രം ഇതാണ്: നമ്മൾ ഫണ്ടമെന്റൽ ഡോക്ട്രീൻസ് എല്ലാം നോക്കി നിൽക്കുവാണ്. ആൻഡ് ആരെങ്കിലും വന്ന് ബൈബിൾ ദൈവവചനം അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ അലേർട്ട് ആകുകയും വേണം. നമ്മൾ അങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അറിയാതെ പതുക്കെ വന്ന് ആളുകൾ ടേക്ക് ഓവർ ചെയ്യും. നിങ്ങൾ മലയാളികൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, കേരളത്തിൽ സിമെന്റ് ഇല്ലാതെ ഈ കരിങ്കല്ലും കൊണ്ട് മതിൽ പണിയും. കരിങ്കല്ലും കൊണ്ട് മതിൽ പണിയുന്നത് കല്ലിന്റെ മേളിൽ കല്ല് വെച്ചാണ്. അത് ഇതിന്റെ വേറെ ഒരു അപ്രോച്ചാണ്. ഈ കല്ലിന്റെ മേലിൽ കല്ല് വെച്ച് പണിയുമ്പോൾ ഈ വലിയ കരിങ്കല്ലുകളുടെ ഇടയ്ക്ക് ചില ചെറിയ കല്ലിന്റെ കഷ്ണങ്ങൾ വെച്ചു പോകും. ഈ അയൽക്കാരനോട് അസൂയുള്ള എത്രയോ ആളുകൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഈ ചെറിയ കല്ല് ഓരോന്ന് ഊരിയെടുത്തുകൊണ്ട് പോകും. ഇന്നോ നാളെയോ ഒന്നും അതുകൊണ്ട് അതിന്റെ പരിണത ഫലം ഉണ്ടാകത്തില്ല. എന്നാൽ ഈ വലിയ കരിങ്കല്ലും കൊണ്ട് നിർമ്മിച്ച മതിലിൽ നിന്ന് ഒരു ക്രിട്ടിക്കൽ നമ്പർ, യാതൊരു വാല്യൂ ഉണ്ടെന്ന് തോന്നാത്ത ആ ചെറിയ കല്ലുകൾ അവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത മഴ വരുമ്പോൾ ആ മതിൽ ഇടിഞ്ഞു വീഴും. സെയിം അപ്രോച്ചാണ്. മൈനർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മൈനർ കല്ലുകളാണ് അവർ ഊരിക്കൊണ്ട് പോകുന്നത്, എന്നാൽ മേജർ മതിൽ ഇടിഞ്ഞു വീഴും. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് ഗലാത്യയിൽ നടന്നപോലെ നമ്മുടെ വിശ്വാസത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അങ്ങനെ ശ്രമം നടക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. അത്ര പ്രാധാന്യം അർഹിക്കുന്നില്ല, ഉപദേശ വിഷയമല്ല എന്ന് ചിന്തിക്കുന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കൈകളിൽ ലഭിച്ച ആ ബൈബിളിലെ ട്രാൻസ്ലേഷൻ തെറ്റ് എന്ന് ഒരു 10 പ്രാവശ്യം സ്ഥാപിച്ചാൽ, പത്രോസിന്റെ കാര്യത്തിൽ തെറ്റായിരുന്നു, ഇന്നടത്ത് തെറ്റായിരുന്നു, ഇന്നത് തെറ്റായിരുന്നു, ഇന്നത് തെറ്റായിരുന്നു, ഇന്നത് തെറ്റായിരുന്നെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ചിന്തിക്കും, വേദപുസ്തകത്തിൽ എങ്ങോട്ട് നോക്കിയാലും തെറ്റാണ്. അപ്പൊ പിന്നെ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? കാരണം ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന നാളെ ചിലപ്പോൾ അവർ പറഞ്ഞു തന്നിരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മൈനർ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ചേർക്കട്ടെ. ഞാൻ 3 മിനിറ്റിന്റെ വീഡിയോ പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ റിലീസ് ചെയ്തതാണ്. അതിൽ 80ഓളം കമന്റ്സ് വന്നു. ഈ 80 കമന്റ്സ് വന്നതില് അറ്റ്ലീസ്റ്റ് ഒരു 10 പേര് പറഞ്ഞത് യെരുശലേമിൽ കോഴിയില്ലായിരുന്നു, ലാറ്റിൻ ലാംഗ്വേജില് ട്രംപറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ദുരുപദേഷ്ടാക്കന്മാരും പറഞ്ഞ് അവരുടെ തലയിൽ അതങ്ങ് പതിച്ചിരിക്കുകയാണ്. ഇപ്പൊ ലാറ്റിനില് ഒരർത്ഥമുണ്ടെങ്കിൽ നമുക്കെന്നാ? 4 സുവിശേഷങ്ങൾ ഗ്രീക്കിലാണ് എഴുതിയത്. ഗ്രീക്കിൽ വ്യക്തമായിട്ട് പൂവൻകോഴി എന്ന് പറയുമ്പോൾ ലാറ്റിനിൽ എന്തിനാ പോകുന്നത്? അവരാരും ലാറ്റിൻ സംസാരിച്ചവരല്ല. ഒരു ഭാഷയിൽ ഒരു വാക്കിന് കൃത്യമായ അർത്ഥമുണ്ട്. അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ളത് നോക്കി പോകേണ്ട ആവശ്യം എന്താ? 4 ഗോസ്പൽസും പറയുന്നത് കോക്ക്, പൂവൻകോഴി, കൂകിയെന്നാണ്. പൂവനാണല്ലോ കൂകുന്നത്. അങ്ങനെ വ്യക്തമായിട്ട് ഗ്രീക്കിൽ എഴുതിയിട്ടും പിന്നെയും ആളുകൾ റിപ്പീറ്റ് ചെയ്ത്, കുറെ ആളുകൾ വന്ന് എന്നോട് ആർഗ്യുമെന്റും ചെയ്തു, കുറെ അബ്യൂസും ചെയ്തു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ഗ്രീക്ക് അറിയാൻ വയ്യാത്ത വ്യക്തി ഗ്രീക്ക് പഠിച്ച എന്നോട് വന്ന് അബ്യൂസീവായിട്ട് ആർഗ്യൂ ചെയ്യുന്നെങ്കിൽ ഈ ആശയം അവരെ എത്ര സ്വാധീനിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരു 10 ആശയങ്ങൾ അവരെ സ്വാധീനിച്ചാൽ മതി. എവൻച്വലി വേദപുസ്തകത്തില് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വിശ്വസിക്കാവുന്ന ഒന്നുമില്ലെന്നായി തീരും. ഇങ്ങനെയുള്ള പല ടെക്നീക്സ് ആണ് ഇവർ ഉപയോഗിക്കുന്നത്. ഗലാത്യയിൽ അവർ ഉപയോഗിച്ചത് വാമൊഴിയും വരമൊഴിയുമായിരുന്നു. എന്നാൽ ഇലക്ട്രോണിക് മാധ്യമത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം, ആ ഗലാത്യയിൽ അവർക്കുണ്ടായ അതേ അനുഭവം നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നാം വ്യക്തമായിട്ട്, ദൈവജനമേ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കും. അതിന് പരിഹാരം, ഒറ്റൊരു പരിഹാരമേ ഉള്ളൂ. നമ്മൾ ആവർത്തിച്ച് വിശുദ്ധ തിരുവഴുത്തിലേക്ക് കടന്നു പോകണം. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവവചനം വായിക്കുമായിരുന്നു, പര്യാപ്തമല്ല. ഇന്നും വായിക്കണം, ഇന്നും മനസ്സിലാക്കണം, ഇന്നും നോട്ട്സ് എഴുതണം. വളരെ ബിസിയാണെന്നും പറഞ്ഞ് എസ്കേപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചെയ്താൽ നാം നമ്മെ തന്നെ നശിപ്പിക്കുകയാണ്. 1 പത്രോസ് 2:2-ലും 3-ലും ദൈവാത്മാവ് ഈ വിഷയം ഊന്നി പറയുന്നു. 1 പത്രോസ് 2:2-3 നമ്മളെ ഓർപ്പിക്കുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട ഒരു സമയമാണ്. സാധാരണ ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോൾ വളരെ എരിവോടെയും വളരെ തീഷ്ണതയോടെ
അവരുടെ ആത്മീയ ജീവിതത്തെ കൈകാര്യം ചെയ്യുകയും വളരെ ഉത്സാഹത്തോടെ ദൈവവചനം വായിക്കുകയും ചെയ്യും. നിങ്ങളും ചെയ്തു കാണും. ഇന്ന് നാം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം ഓർപ്പിക്കുന്ന വാഞ്ചിപ്പീൻ എന്നാണ്. നമ്മൾ കംപ്ലീറ്റ് ഒരു ദിവസം 15 മിനിറ്റ് വെച്ച് വായിച്ചാൽ ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് ബൈബിൾ വായിച്ചു തീർക്കാൻ സാധിക്കും. വെറും 15, നിങ്ങൾ ഓർക്കണം, ഇതെന്നെ എക്സാജറേഷൻ വല്ലതും ആണ്, അതിശയോക്തി അല്ല. കംപ്ലീറ്റ് ബൈബിൾ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ നമ്മുടെ വേർപാടുകാർ 2 പേര് ചെയ്തിട്ടുണ്ട്. വെറും 85 മണിക്കൂർ. താങ്ക് യു ബ്രദർ ജോൺസൺ. റെഫറൻസസ് എല്ലാം കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. വേർപാടുകാരെങ്കിൽ 2 പേരെങ്കിലും റെക്കോർഡ് 85 മണിക്കൂറേ ഉള്ളു കംപ്ലീറ്റ് ബൈബിൾ വായിച്ചു തീർക്കാൻ. അതിനെ 4 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ 365 അടുത്തുള്ള ഒരു ഫിഗറാണ്. ഒരു ദിവസം വെറും 15 മിനിറ്റ് വായിച്ചാൽ കംപ്ലീറ്റ് ബൈബിൾ വായിച്ചു തീരും. നമ്മൾ എത്ര പേരാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ബൈബിൾ വായിച്ചു തീർക്കുന്നത്? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ദിവസം 15 മിനിറ്റ് പോലും നമ്മൾ വേദോസ്തവം വായിക്കുന്നില്ല. എന്റെ സഭയിൽ ഒരു വർഷം 2 പ്രാവശ്യമെങ്കിലും വേദോസ്തവം വായിക്കണം എന്ന് തീരുമാനമെടുത്ത പലരുണ്ട്. അവരെ എല്ലാ വർഷവും 2 പ്രാവശ്യം വായിച്ചു തീർക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരാള് ഈ വർഷം ഇപ്പൊ 3ാമത്തെ റീഡിങ്ങിൽ എത്തിയിരിക്കുവാണ്. ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ദുരുപദേഷ്ടാക്കന്മാർ ഗലാത്യയിൽ ഉണ്ടായിരുന്നതിന്റെ 1000 മടങ്ങ് ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. അവർക്ക് 1000 മടങ്ങല്ലേ 10,000 മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള മാധ്യമങ്ങളുണ്ട്. മനുഷ്യ മനസ്സുകളുടെ അബോധ തലത്തിലോട്ട് ദുരുപദേശം കുത്തി വെക്കാൻ വേണ്ടിയുള്ള ചില ടെക്നീക്സ് അവരുടെ കയ്യിലുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നമ്മൾ വാഞ്ചിക്കണം. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നപ്പോൾ കർത്താവിന്റെ ആ ദയ അനുഭവിച്ചതാണ്. ആ ദയ അനുഭവിച്ച നാം മനസ്സിലാക്കേണ്ടത്, നാം വിശ്വാസ ജീവിതത്തിൽ തണുത്തുപോയിട്ടും തണുത്തുപോയാലും കർത്താവ് തന്റെ ദയ കാണിക്കുന്നു. കാരണം അമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുടിയൻ പുത്രന്റെ പിതാവ് മുടിയൻ പുത്രൻ മടങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതുപോലെ ദയാലുവായ കർത്താവ് ഓരോ ദിവസവും നാം മടങ്ങി ചെല്ലാൻ വേണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇത് ദൈവവചനത്തിൽ ഒരിടത്ത് മാത്രമല്ല, ഇത് ദൈവവചനത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 11:3-4. 2 കൊരിന്ത്യർ 11:3-4. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപായവും ചതിയും, ഉപായത്തിന്റെ കലകൾ, ചതിയുടെ കലകൾ അവർ വളരെയധികം അന്നത്തേതിനേക്കാൾ വളരെയധികം പരിഷ്കൃതമാക്കിയിട്ടുണ്ട് എന്നോർപ്പിക്കട്ടെ. ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം. ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു പിക്യൂലിയർ മനോഭാവമായിരിക്കുവാണ്. നമുക്കെല്ലാം ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും മറ്റുള്ളവരുടെ മുൻപിൽ ചീത്തയാകാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവര് നമ്മളെ പരിഹസിക്കാൻ പാടില്ല. നമുക്ക് സൊസൈറ്റിയിലുള്ള സ്റ്റേറ്റസ് മാറിപ്പോകാൻ പാടില്ല. ഒരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോൺ വിട്ടുമാറാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് വേറൊരു സുവിശേഷമാണെങ്കിലും അത് നമ്മൾ പൊറുക്കുന്നത്. ഞാൻ കേരളത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 30 വർഷമായി. ഈ 30 വർഷങ്ങളിൽ ചില സീരിയസ് ദുരുപദേശങ്ങൾക്കെതിരെ ഞാൻ പേന ഉയർത്തിയായിരുന്നു. അതിലാദ്യത്തേതാണ് ഹിന്ദു ദേവനായ പ്രജാപതി ക്രിസ്തു ആണെന്ന് പലർ പറഞ്ഞു. അത് തെറ്റാണ്. യേശു ക്രിസ്തു നിസ്തുല്യനാണ്. അതുകൊണ്ട് ഒരു ദേവിയല്ലേ ദേവന്മാരുമായിട്ടും തുലനം ചെയ്യാൻ പാടില്ല. ബൈബിളിന്റെ പുറത്ത് വെളിപ്പാടില്ല. ബൈബിളിന്റെ പുറത്ത് വെളിപ്പാട് കാണുന്നത് തെറ്റാണ്. സങ്കീർത്തനം 147 ലാസ്റ്റ് 2 വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് ബൈബിളിന്റെ പുറത്ത് വെളിപ്പാടില്ലെന്നാണ്. അന്ന് ഞാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, സോളാ സ്ക്രിപ്ചറ. ബൈബിൾ മാത്രമാണ് ദൈവവിശ്വാസ്യമായ വചനം. ഈ ദുരുപദേശങ്ങൾ പഠിപ്പിച്ച ആളുകൾ സോളാ സ്ക്രിപ്ചറ എന്നുള്ള ഉപദേശത്തെ എനിക്ക് പരിഹാസനാമമായിട്ട് ഉപയോഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഞാൻ കട്ടപ്പന ഒരു ക്യാമ്പിന് പോയപ്പോൾ ആരോ ചോദിച്ചു, ഇതാരാണ്? ഡോക്ടർ ജോൺസൺ. ആരേ ഡോക്ടർ ജോൺസൺ? സോളാ സ്ക്രിപ്ചറ എന്ന് കേട്ടിട്ടില്ല? സോളാ സ്ക്രിപ്ചറ എന്താ ഇത്? എന്നെ പരിഹസിച്ച്. അപ്പൊ ആ പേരുപയോഗിച്ച് നാം
ദുരുപദേശം പഠിപ്പിക്കുന്നവരെ എതിർക്കുവാണെങ്കിൽ അറ്റാക്ക് ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും, നമ്മുടെ കംഫർട്ട് സോൺ വിട്ടു മാറണം. അത് ഞാൻ പറയാൻ വേറെ ഒരു കാരണമാണ്. അങ്ങനെ ദുരുപദേശത്തിനെതിരെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞ 29 വർഷം കേരളത്തിൽ നിന്ന് പലര് എന്നെ വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സനീഷിനെ വിളിക്കാറുണ്ട്. ബ്രദറെ, ഈയിടെ ഒരാൾ പറഞ്ഞാണ്, ബ്രദറെ ഇന്ന ഒരു ദുരുപദേശം നമ്മുടെ ഇടയ്ക്ക് വളരെ വ്യാപകമാണ്, ഒന്ന് തിരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും ബ്രദർ, അത് എഴുതി ഇങ്ങ് തന്നേര്, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ജോൺസൺ ബ്രദറിന് എൻ്റെ കാര്യം അറിയാമല്ലോ, എൻ്റെ സാഹചര്യമൊക്കെ അറിയാമല്ലോ, നല്ലൊരു ഫേമസ് ഒരു പുൾപിറ്റ് പ്രീച്ചറാണ് പുള്ളി, എഴുതാൻ പോയാൽ പുൾപിറ്റ് ഇല്ലാതാകും, സുഖലോലുപതയിൽ പിന്നെ ജീവിക്കാൻ സാധിക്കത്തില്ല. സനീഷിനോട് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വിളിച്ചു പറയാറുണ്ട്, വേർപാടിൽ ഇന്ന വിഷയത്തെക്കുറിച്ച് എഴുതണം. ബ്രദർ ഇങ്ങനെ എഴുതി തന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആമയെ തൊടുന്നത് പോലാണ്. ആമയെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തല കാണത്തില്ല, അതങ്ങ് പെട്ടെന്ന് വലിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് മാറിയെന്ന് മനസ്സിലാവുമ്പോഴാണ് അത് തല പുറത്തു കൊണ്ടിരുന്നത്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ടു മാറാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ 1000 പ്രാവശ്യം കണ്ടിട്ടുള്ള കാര്യം കഴിഞ്ഞ 30 വർഷത്തിൽ. ദൈവവചനം ഓർപ്പിക്കുന്നത് അത് വേറൊരു സുവിശേഷമെങ്കിലും നിങ്ങൾ ഓർക്കുന്നത് ആശ്ചര്യം. കാരണം എന്ത്? നമ്മൾ കംഫർട്ട് സോൺ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചോട്ടെ. വിശ്വാസികളെ വഞ്ചിക്കാൻ സാധിക്കും. വിശ്വാസികൾ അലർട്ടായിരിക്കണം എന്ന് ഈ വാക്യങ്ങൾ ഓർപ്പിക്കുന്നു. ഇതുപോലുള്ള ഞാൻ ഈ പല വാക്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് തരാൻ ആഗ്രഹിക്കുന്നത്, ഇതൊരു വാട്ട് ഷുഡ് ഐ സേ, മൈനർ ആയിട്ടുള്ള ഒരു വിഷയമല്ല, മേജർ ആയിട്ടുള്ള ഒരു വിഷയമാണ്. 2 തിമോത്തിയോസ് 4:3-4 നാം വായിക്കുന്നത്, 2 തിമോത്തിയോസ് 4:3-4 അവർ പഥ്യോപദേശം പൊറുക്കുമാറാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എന്തുകൊണ്ടാണ് പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ നാം ഗ്യാദർ ചെയ്യുന്നത്? കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാം. നമ്മുടെ കംഫർട്ട് സോണിൽ നാം എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അത് അവർ പറയും അവരുടെ പ്രസംഗത്തിൽ. ദൈവവചനം ഓർപ്പിക്കുന്നത് സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. എനിക്ക് ഓർമ്മയുണ്ട്, ചില വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ സ്റ്റുവേർഡ് എന്ന് പറഞ്ഞ മാസികയില് ഒരു സായിപ്പിന്റെ ലേഖനം പബ്ലിഷ് ചെയ്തു. ആക്ച്വലി സായിപ്പ് അമേരിക്കയിൽ നിന്ന് വന്ന് ചെന്നൈയിലുള്ള പല സഭകളിൽ പ്രസംഗിച്ചു. ആ സഭകളിൽ നിന്ന് ഇതെല്ലാം സ്റ്റുവേർഡിന്റെ എഡിറ്ററിനെ വിളിച്ചു പറഞ്ഞു, വലിയ അനുഗ്രഹമായിരുന്നു. അപ്പൊ ആ മെസ്സേജിന്റെ ഒരു രത്നച്ചുരുക്കം ഇങ്ങി തരാൻ സായിപ്പിനോട് പറഞ്ഞപ്പോ സായിപ്പ് കൊടുത്തു. അത് അവര് പബ്ലിഷ് ചെയ്തു. അത് അയച്ചു കൊടുക്കുന്നതിന് മുൻപ് എഡിറ്റർ അതൊന്ന് വായിച്ചു നോക്കാമെന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായത് ദൈവവചനം ഒന്നുമില്ല. ഈ മിഷണറി ചൈനയിൽ പോയപ്പോൾ ചൈനയിൽ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ അവരെ എങ്ങനെ കൊന്നുകളയും, എങ്ങനെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള സ്റ്റോറി മാത്രമേ ഉള്ളൂ ആ ലേഖനത്തിൽ. അതിനെക്കുറിച്ചാണ് ആളുകളെല്ലാം പറഞ്ഞ് വലിയ അനുഗ്രഹമായിരുന്നു. കഥ കേട്ടിരുന്നാൽ ജീവിക്കണ്ടല്ലോ, ആ സ്റ്റോറി കേട്ടങ്ങ് ആസ്വദിച്ചാൽ മതിയല്ലോ. എൻ്റെ നല്ല ഈ പ്രസംഗകല അറിയാവുന്നവന് ഏത് വിഷയം വേണമെങ്കിലും വളരെ ആസ്വദിക്കാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാമല്ലോ. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നമ്മൾ അങ്ങനെയുള്ള കാലത്തിലാണ് ജീവിക്കുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. 2-3 വാക്യങ്ങളൂടെ പറയേണ്ടത് ആവശ്യമാണ്. ഇതുപോലെ തന്നെ 1 തിമോത്തിയോസ് 1:3-4 1 തിമോത്തിയോസ് 1:3-4 അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കെദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. നിങ്ങളെല്ലാം വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്സാപ്പില് എത്രയോ ഗ്രൂപ്പ്സിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടക്കാറുണ്ട്. അവിടെ എഴുതാൻ ആളില്ല. ഒരു ഉദാഹരണം പറഞ്ഞാല് ഹെർമിന്യൂട്ടിക്സ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ദൈവവചന വ്യാഖ്യാനം. ഞാനും അതിന്റെ അഡ്മിനാണ്. എഴുതാൻ ആളില്ല. അഡ്മിൻസ് 2 പേരുണ്ട്, അവരെഴുതിക്കുവാണ്. അതേ സമയത്ത് ദൈവവചനത്തെ നിഷേധിക്കുകയും ദൈവവചനത്തെ അറ്റാക്ക് ചെയ്യുകയും ദൈവവചനത്തെ പരിഹസിക്കുകയും ചെയ്യുന്ന എത്രയോ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലുള്ള വേർപാടുകാർക്ക് ഒരു ദിവസം 5, 8, 10, 20 വരെ ഓഡിയോ ഇടാനുള്ള സമയമുണ്ട്. കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലിയും ശ്രദ്ധിക്കുന്നത് അവർക്ക് വലിയ താല്പര്യമാണ്.
ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം താല്പര്യമുള്ള ഒരു തലമുറയാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിന്റെ മെമ്പേഴ്സ് ആണെങ്കിൽ ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് വിട്ട് അവർക്ക് ചെവി കൊടുത്തതിന് ദൈവത്തോട് ക്ഷമാപണം ചെയ്യും. സീരിയസ് ആയിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഗ്രൂപ്പ്സിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇതല്ലാതെ മറ്റ് ചില വാക്യങ്ങളോടുണ്ട്. ദൈവം അനുവദിച്ചാൽ നമ്മൾ ഇന്ന് 6-7 വാക്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെയുള്ള റെഫറൻസസ് ഞാൻ ഇന്ന് BTI എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഒന്നിൽ ഡോക്ടർ സനീഷ് ചെറിയാന് അല്ലെങ്കിൽ എനിക്ക് ഒരു നോട്ട് അയച്ചാൽ മതി. ബ്രദർ ജോൺസൺ എൻ്റെ വാട്സാപ്പ് നമ്പറോട് ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ 3-ാം സെക്ഷൻ, ഭോഷന്മാര് മാത്രമേ ദൈവത്തിൽ നിന്ന് കിട്ടിയ നിധി, ദൈവത്തിൽ നിന്ന് കിട്ടിയ നിക്ഷേപം അത് നാനാവിധമാക്കത്തുള്ളൂ എന്നുള്ള 4 വാക്യങ്ങളിൽ 2 വാക്യം നാം കവർ ചെയ്തു. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻസോടെ പറയാൻ സാധിക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിക്ഷേപം നിങ്ങൾ വിശ്വസ്തയോടെ ഉപയോഗിക്കും? എനിക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് ദൈവം തന്ന ഹെൽത്ത്, സമയം, റിസോഴ്സസ് ഇത് ഞാൻ വിശ്വസ്തയോടെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? നമ്മിൽ ഓരോരുത്തരും അവരവരെ തന്നെ പരിശോധിക്കുക. താങ്ക് യു ബ്രദർ ജോൺസൺ, അതുപോലെ ഡോക്ടർ സനീഷ് ചെറിയാൻ. 2 നമ്പേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് എൻ്റേതും ഒന്ന് സനീഷിൻ്റെതുമാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ BTI ഗ്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും. ഗലാത്യ ലേഖനം ഞാൻ വാക്യപ്രതിവാക്യം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ നോട്ട്സ് പഠിപ്പിച്ചു പോകുന്ന അതിൻ്റെ നോട്ട്സ് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചോദിച്ചു എന്നിരിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല, നോട്ട്സ് എഴുതുന്നത് നമ്മുടെ മെമ്മറിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി അത് ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എൻ്റെ ഹെൽത്തിന് വേണ്ടിയും ഈ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ ആവർത്തിച്ചുള്ള പ്രശ്നം, അതിന് ഒരു സ്ഥായിയായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.